രാമകൃഷ്ണൻ അറിയിച്ചതനുസരിച്ചാണ് സഹോദരൻ ജഗൻമോഹൻ വീട്ടിലെത്തിയത്. അവിടെ കണ്ടത് തന്റെ ഭാര്യ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നത്. ചായ തന്ന ശേഷം കുഴഞ്ഞു വീണെന്ന് സഹോദരൻ മറുപടി നൽകി. അസ്വാഭാവികത ഒന്നുമേയില്ലാതിരുന്ന കേസിൽ പിന്നീട് ട്വിസ്റ്റ്. ഇടുക്കി ശാന്തൻപാറ ശങ്കരപാണ്ഡ്യൻ മെട്ടിൽ ശാന്തിയെ കൊന്നതാണ്. കൊലയാളി അവരുടെ ഭർത്താവിന്റെ സഹോദരൻ രാമകൃഷ്ണൻ. ശ്വാസം മുട്ടിച്ചു കൊന്നതെന്ന് കൊലയാളി കുറ്റസമ്മതം നടത്തി. കൊല്ലപ്പെട്ട ശാന്തിയുടെ ഭർത്താവ് ജഗൻമോഹന്റെ സഹോദരിയുടെ ഭർത്താവാണ് പ്രതി രാമകൃഷ്ണൻ. ഈ മാസം 4-നാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. ജഗൻമോഹൻ ഇല്ലാതിരുന്ന സമയത്ത് രാമകൃഷ്ണൻ ഇവരുടെ വീട്ടിലെത്തി. ആണി വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ശാന്തി ഭർത്താവായ ജഗൻമോഹനെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. താൻ മടങ്ങിയെത്തിയതിനു ശേഷം ആണി എടുത്തു കൊടുക്കാമെന്ന് ജഗൻമോഹൻ ശാന്തിയെ അറിയിച്ചു. ജഗൻമോഹൻ തിരിച്ചെത്തുമ്പോൾ നിലത്ത് വീണുകിടക്കുന്ന ശാന്തിയെയാണ് കാണുന്നത്. ശാന്തി തനിക്ക് ചായ നൽകിയതിനു ശേഷം കുഴഞ്ഞു വീണെന്നാണ് രാമകൃഷ്ണൻ ജഗൻമോഹനോട് പറഞ്ഞത്. ഇരുവരും ചേർന്ന് ശാന്തിയെ പൂപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് കൊലപാതകമാണെന്ന് വ്യക്തമായത്. ശ്വാസം മുട്ടിച്ചാണ് ശാന്തിയെ രാമകൃഷ്ണൻ കൊലപ്പെടുത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.